നമസ്കാരം. പ്രവാസികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതെ, പ്രവാസികളുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാവുകയാണ്. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പൗരത്വ പരിശോധനകളും തുടർന്നുള്ള പൗരത്വം റദ്ദാക്കലുകളും നടക്കുകയാണ്. ഇതിൽ പ്രതിസന്ധിയിലായത് നൂറുകണക്കിന് പ്രവാസികളാണ്. പൗരത്വം റദ്ദാക്കപ്പെട്ട കുവൈറ്റികളുടെ നേരിട്ടുള്ള സ്പോൺസർഷിപ്പിലോ അവരുടെ കമ്പനി വിസയിലോ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായത്. പൗരത്വം റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ സ്പോൺസറുടെ ഫയലുകൾ മരവിപ്പിക്കപ്പെട്ടതോടെ വിസ പുതുക്കൽ, ട്രാൻസ്ഫർ ചെയ്യൽ, ക്യാൻസൽ ചെയ്യൽ തുടങ്ങി ഒരു നടപടിക്രമവും നടത്താനാവാത്ത ആശങ്കയിലാണ് അവരുടെ കീഴിലുള്ള പ്രവാസികൾ. പൗരത്വം റദ്ദാക്കാനുള്ള തീരുമാനങ്ങളിൽ പേരുകൾ ഉൾപ്പെട്ട വ്യക്തികൾക്കുള്ള പ്രതിമാസ ദേശീയ തൊഴിൽ പിന്തുണ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അനധികൃത താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. തൊഴിൽ പിന്തുണ ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കൾ കുവൈറ്റ് പൗരന്മാരായിരിക്കണമെന്ന നിയമവ്യവസ്ഥയുണ്ട്. എന്നാൽ ഇവരുടെ പൗരത്വം റദ്ദാക്കപ്പെട്ടതോടെ ഇവർക്കുള്ള സഹായങ്ങളും പിൻവലിക്കപ്പെടുകയാണ്. ഉടമകളുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നതോടെ അവരുടെ കമ്പനികളുടെയും സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളുടെയും ഫയലുകൾ പ്രത്യേകമായി ഫ്ലാഗ് ചെയ്യുന്നതായി അതോറിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ ഫലപ്രദമായി തടയുന്ന ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ചാണ് അവരുടെ ഫയലുകൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം ഫയലുകളിൽ ഉൾപ്പെടുന്ന കമ്പനികൾക്കും തൊഴിലുടമകൾക്കും കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാനോ തൊഴിൽ കൈമാറ്റം ചെയ്യാനോ സാധിക്കുകയില്ല. കമ്പനി ഉടമകൾ കേന്ദ്ര നിയമവിരുദ്ധ താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ അവസ്ഥ തുടരുമെന്നാണ് അറിയുന്നത്. കുവൈറ്റിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി ആകെ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം 21,78,008 ഇവരിൽ 5,16,397 പേർ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇത് മൊത്തം തൊഴിലാളികളുടെ 24% വരും. ബാക്കി 76% തൊഴിലാളികൾ അല്ലെങ്കിൽ 16,61,611 പേർ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണെന്നും കണക്കുകൾ പറയുന്നുണ്ട്. ആകെ തൊഴിലാളികളിൽ 24.2% ഇന്ത്യക്കാരാണ്. കുവൈറ്റുകളുടെ തൊഴിൽ മേഖലയിലെ പ്രാതിനിധ്യം 21.9% രണ്ടാം സ്ഥാനത്താണുള്ളത്. കണക്കുകൾ പ്രകാരം കുവൈറ്റ് ജനസംഖ്യയിൽ 68.3% പേരും പ്രവാസികളാണ്. 2024 ജൂൺ അവസാനത്തോടെ കുവൈറ്റിലെ ജനസംഖ്യ 49,18,570 ആയിട്ടുണ്ട്. ജനുവരി 1 15,45,781 ആയിരുന്ന കുവൈറ്റ് പൗരന്മാരുടെ എണ്ണം ജൂൺ അവസാനത്തോടെ 15,59,925 ഉയർന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ 14,144 പേരുടെ വർധനവാണ് കുവൈറ്റ് പൗരന്മാരുടെ എണ്ണത്തിലുണ്ടായത്. ആകെ ജനസംഖ്യയുടെ 31.7% ഇപ്പോൾ കുവൈറ്റ് പൗരന്മാർ. കുവൈറ്റ് പൗരന്മാർ കഴിഞ്ഞാൽ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ രാജ്യക്കാരുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അതായത് ഓരോ 10 പേരെടുത്താലും അതിൽ ശരാശരി 2 അതിലധികമോ പേർ ഇന്ത്യക്കാരായിരിക്കും. ഈജിപ്തുകാരാണ് ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ളത്. ജനസംഖ്യയുടെ 13% ഈജിപ്തുകാരുടെ പ്രാതിനിധ്യം. ബംഗ്ലാദേശികൾ 6%, ഫിലിപ്പീൻസിൽ നിന്നുള്ളവർ 5% വരും. നേപ്പാൾ, സൗദി അറേബ്യ, ശ്രീലങ്ക, സിറിയ എന്നീ രാജ്യക്കാർ ജനസംഖ്യയുടെ 3% മാത്രമാണുള്ളത്. ബാക്കിയുള്ള 11% മറ്റ് രാജ്യക്കാരിൽ നിന്നുള്ളവരാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.